നമസ്കാരം. നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് ധാരാളമായി വളർന്നു കണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇത് മുത്താണ്. അപ്പോൾ ഇതിൻ്റെ മുത്തുകൾ പണ്ട് കാലത്ത് ആൾക്കാർ പറിച്ച് മാല കെട്ടാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു മുത്ത് നിറച്ച് കാച്ചി നിൽക്കുന്ന ഒരു പാടമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു 20-30 തൈകൾ നമ്മൾ വച്ച് പിടിപ്പിച്ചതാണ്. വെറൈറ്റി ആയിട്ട് കിട്ടിയത് കൊണ്ട് വച്ച് പിടിപ്പിച്ചപ്പോൾ അത് നിറച്ച് ആ ഒരു പറമ്പ് നിറച്ച് ആ തൈ കിട്ടിയപ്പോൾ അതെല്ലാം നല്ലതുപോലെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയും. നല്ലതുപോലെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെടിയിൽ തന്നെ മുത്ത് പരുവമായി വരുമ്പോൾ 2 കളറൊക്കെ വരും. ബ്രൗൺ വരും, വൈറ്റ് വരും, ഒരുപാട് കളറുകൾ കിട്ടും. പണ്ട് കാലത്ത് നമ്മൾ ഇതിൽ നിന്നൊക്കെ പറിച്ചിട്ട് ഈ നൂലിൽ മാല കെട്ടിയാണ് ആൾക്കാർ ഒറിജിനൽ മുത്തിലാണ് ശബരിമലയിലൊക്കെ മാല ഇട്ടുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം തടിയിലുള്ള മുത്തുകളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള മുത്തുകൾ ഇപ്പോഴത്തെ തലമുറയിൽ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമുക്കെടുത്ത് ഏത് കളറിലോട്ടും നമുക്ക് ഇതിനകത്ത് കളർ അടിക്കാം. പലരും ഇതിങ്ങനെ ആവശ്യം പറിച്ച് കളറിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് മാല കോർക്കാറുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇല്ല. ഇത് അത്യപൂർവമാണ്. മുത്ത് പൂത്ത് നിൽക്കുകയാണ്. നിറച്ച് മുത്തുകളാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഒരു നൂല് പോലെ വരും. അതിനകത്ത് മുത്തിനെ നടുക്കട്ടെ അത് നമ്മളൊരു സൂചി വച്ച് കുത്തി കളയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായി അതിനകത്തൊരു ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹോള് വഴി നൂല് കടത്തി വിട്ട് അത് കെട്ടിയാണ് മാലകൾ കോർക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിറച്ച് മുത്തുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ കൊണ്ട് മുത്തുകൾ നിറഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 20 സെൻറ്റോളം ഈ ചെടി നമുക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ വാഴത്തോപ്പിൽ വച്ച് പിടിപ്പിച്ചതാണ്. നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പം അത്യപൂർവമായിട്ട് ഇതിൻ്റെ തൈകൾ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ വച്ച് പിടിപ്പിച്ചാൽ ഈ തലമുറയിലുള്ള കുട്ടികൾക്ക് അതൊരു ഉപകാരമായിരിക്കും. അവർ കണ്ടു കാണില്ല. മുത്ത് പൂക്കുന്ന ചെടി അവർ കണ്ടു കാണത്തില്ല. എല്ലാവരും ഈ തടിയിൽ ഇപ്പോൾ റെഡിമെയ്ഡായി മെഷീനിൽ ഉണ്ടാക്കുന്ന മുത്തുകളെ കണ്ടിട്ടുള്ളൂ. ഇത് ഒറിജിനലാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേയൊക്കെ പറിച്ചെടുത്തിട്ട് മുമ്പൊക്കെ നമ്മൾ കളറുകൾ പല കളർ ഇതിനകത്ത് നമുക്ക് അടിക്കാം. ചിലർ കൊച്ചുങ്ങളൊക്കെ കൂട്ടെക്സിൻ്റെ കളറൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ മുത്തുകളിങ്ങനെ പറിച്ചെടുക്കണം. ഇതുപോലെ പറിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു സ്പോഞ്ച് പോലൊരു സാധനമുണ്ട്. ഈ മുത്തിനെ നടുക്ക് അത് നമ്മളൊരു സൂചി വെച്ച് കുത്തി കളയുകയാണെങ്കിൽ നമുക്കൊരു ഹോള് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹോള് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മളൊരു മരത്തിൽ നിന്ന് പറിച്ചതിന് 3 കളർ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ബ്രൗൺ മിക്സിങ്, ഒരു വൈറ്റ് ബ്രൗൺ മിക്സിങ് ഒരു ചെടിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഇതിൽ പല കളർ വരുന്നുണ്ട്. മഞ്ഞ വരുന്നുണ്ട്, ഇളം ചുവപ്പ് വരുന്നുണ്ട്. അങ്ങനെ പല കളർ തന്നെ ഒരു ചെടിയിൽ തന്നെ പൂക്കും. അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു 10-20 ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള മാലകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന മുത്തിൻ്റെ നടുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു നൂല് പോലെ സാധനമുണ്ട്. അത് നമ്മൾ വലിച്ചിളായി കളയുകയോ ഒരു സൂചി വെച്ച് കുത്തി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ശരിക്കും ആ മുത്തായിട്ട് കിട്ടും. നടുക്കൊരു ചെറിയ ഹോളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു നൂല് കയറ്റി കോർത്തെടുത്താൽ സൂചി നൂല് ഒക്കെ വെച്ച് കോർത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി മാലകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു പുതിയൊരു കാഴ്ച പോലെ കുട്ടികൾക്കൊക്കെ വലിയ അത്ഭുതമാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൻ്റെ പുറത്തൊക്കെ ഇതേപോലുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. ഇത് ഞങ്ങൾ തന്നെ വെച്ച് പിടിപ്പിച്ചതാണ്. ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും കാണാനുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മുത്ത് പൂത്ത് നിൽക്കുന്നത് ഒന്ന് കാണട്ടെ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. മുത്തൊക്കെ നല്ല നിറഞ്ഞ് നിൽപ്പുണ്ട്.